ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് ഞാൻ ഈ ഫ്രോക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണിത്. ഇതിൻ്റെ ബേസ് ഒരു എലൈൻ ഫ്രോക്കാണ്. ഇതിൻ്റെ ഫ്ലോൺസ് ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇത് 3 മുതൽ 4 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയുടെ അളവിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും സ്റ്റിച്ച് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. മൂന്ന് മുതൽ 4 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയുടെ അളവിലാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. പിന്നെ ഈ ക്ലോത്ത്, ഇത് ഗൗൺ സാറ്റിൻ്റെ ക്ലോത്താണ്. ഗൗണൊക്കെ തയ്ക്കുന്ന സാറ്റിൻ ക്ലോത്താണ്. ഇത് നമുക്ക് സാറ്റിൻ ക്ലോത്ത് ഏകദേശം 70 രൂപ മുതൽ വാങ്ങിക്കാൻ കിട്ടും. മീറ്ററിന് 70 രൂപ മുതൽ. അത് നമ്മൾ ലൈനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാറ്റിൻ ക്ലോത്താണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രോക്ക് തയ്ക്കാനും ഗൗൺ തയ്ക്കാനൊക്കെ ആയിട്ട് കൂടിയ തരം സാറ്റിൻ ക്ലോത്താണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 400 രൂപ മുതൽ 1500 ആ റേഞ്ചിലൊക്കെയുള്ള തുണികൾ കിട്ടും. ഇത് ഏകദേശം 400 രൂപ വില വരുന്ന ക്ലോത്താണ്. ക്ലോത്തിൻ്റെ ലെങ്ത്, അതായത് നമ്മുടെ ഫ്രോക്കിന് വേണ്ട ലെങ്ത് ഞാനിവിടെ 27 ഇഞ്ചാണ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. എനിക്ക് വേണ്ട ഇറക്കം 25 ഇഞ്ചാണ്. അപ്പോൾ ബാക്കി 2 ഇഞ്ച് ഞാൻ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ടാണ് ആ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് 40 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ്. അപ്പോൾ 20 ഇഞ്ച് രണ്ടായിട്ടാണ് ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു പീസിൻ്റെ വീതി വന്നിട്ട് 20 ഇഞ്ചാണ് വരുന്നത്. രണ്ടായിട്ടാണ് ക്ലോത്തിനെ മടക്കിയിട്ടിരിക്കുന്നത്. തുണി ഇപ്പോൾ രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് ചീത്ത സൈഡാണ്, നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ട സൈഡ്. ഇത് നല്ല സൈഡാണ്. അപ്പോൾ രണ്ടായിട്ട് ക്ലോത്തിനെ മടക്കിയിട്ടിരിക്കുന്നു, കൃത്യം പകുതിയാക്കിയിട്ട്. നമ്മൾ ഒന്നുകൂടി കൃത്യം ഇതിൻ്റെ പകുതിയാക്കുക. കൃത്യമായിട്ട് ഇതിൻ്റെ പകുതിയാക്കിയിട്ട് ഇങ്ങനെ ഒന്നുകൂടി ക്ലോത്തിനെ മടക്കുന്നു. കണ്ടോ, ഇവിടെ അപ്പം 4 പീസ്. ഇത് കട്ട് ചെയ്യുമ്പോൾ 4 പീസ് വരും. ഈ ഭാഗത്ത് മുറിയാത്ത വശമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്നും കഴുത്തിൻ്റെ അകലം, ഇവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റൊക്കെ എടുത്തു പോകുന്നത്. ഞാനിവിടെ കഴുത്തിൻ്റെ അകലം 2 ഇഞ്ചാണ് എടുക്കുന്നത്. കഴുത്തിൻ്റെ അകലം 2 ഇഞ്ച്, ഷോൾഡർ വന്നിട്ട് 5 ഇഞ്ചും എടുത്തു. ഇനി അവിടെ നിന്നും ഈ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്നും താഴേക്കാണ് നമ്മൾ ആം ഹോൾ വരയ്ക്കുന്നത്. ആം ഹോള് 5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് ഒരു 3 വയസ്സ് തൊട്ട് 6-8 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളാണെങ്കിലും 4.5 തൊട്ട് 5.5-6 ഇഞ്ച് വരെ മാക്സിമം ആം ഹോൾ എടുത്താൽ മതിയാവും. ഞാനിവിടെ കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അത് ഇറക്കം കുറവ് മതി എന്നുള്ളവർ 2 ഇഞ്ച് എടുത്താൽ മതി. അല്പം കൂടി ഇറക്കം വേണം എന്നുള്ളവർക്ക് 3 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. 3 ഇഞ്ചിൽ കൂടുതലായാൽ കൂടുതലായിരിക്കും. ഇനി നമുക്കിവിടെ ഈ ആം ഹോൾ വരച്ച ഈ വരയുടെ ചേർത്താണ് ചെസ്റ്റിൻ്റെ അളവ് എടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ 26 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 26 ഇഞ്ചിൻ്റെ 4/1 ആയിട്ട് 6.5 നമുക്ക് വേണ്ട അളവ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സീം അലവൻസ് കൂടെ കൂട്ടിയിട്ട് 2 ഇഞ്ചോളം സീം അലവൻസ് ഇടുകയാണ്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 6.5 ഇഞ്ചാണ് നമുക്ക് വേണ്ട അലവൻസ്, തയ്ക്കേണ്ട അളവ്. അതുപോലെ തന്നെ ഞാനിവിടെ ഹിപ്പിൻ്റെ ഭാഗത്തൊന്നും, വേസ്റ്റിൻ്റെ ഭാഗത്തൊന്നും മെഷർമെൻറ്റ് എടുക്കുന്നില്ല. അത് ഇതൊരു എലൈൻ ഫ്രോക്കാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പം വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം. മിക്കവാറും ചെസ്റ്റിൻ്റേത് തന്നെ ആയിരിക്കും വേസ്റ്റിൻ്റേത് എടുക്കുന്നത് കുട്ടികൾക്ക് വരുമ്പോൾ. ഞാനിവിടെ എലൈൻ ഫ്രോക്ക് പോലെ താഴേക്ക് ഇതുപോലെ ഈ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് ഞാനിങ്ങനെ ഒന്ന് വരച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യേണ്ട മാർക്കിംഗ് ആണ്. അതുപോലെ നമുക്ക് വേണ്ട അളവിൻ്റെ മാർക്കിങ്ങും ഇങ്ങനെ മാർക്ക് ചെയ്യുക, താഴേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ ഈ എൻഡ് പോർഷൻ ഒരല്പം ചരിച്ച് ഒരു ഇഞ്ചോളം ഇങ്ങനെ ചരിച്ച് താഴെ നിന്ന് 1 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് താഴെ നിന്ന് ഇങ്ങനെ 1 ഇഞ്ച് ഒന്ന് ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കഴുത്തും ഇതുപോലെ റൗണ്ടാക്കി വരയ്ക്കുക. ആം ഹോളും 1 ഇഞ്ച് ഇങ്ങോട്ട് കടത്തി വെച്ചിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആം ഹോളും ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടാക്കി വരയ്ക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇവിടെ ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 ഷോൾഡർ തമ്മിൽ കൂട്ടി തയ്ക്കുക. എന്നിട്ട് കഴുത്തും കൈയും ഞാനിവിടെ പൈപ്പിംഗ് വെച്ചിട്ട്
തയ്ക്കുകയാണ്, മറിച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ മടക്കി തയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യുകയും ചെയ്യാം. പക്ഷേ പൈപ്പിംഗ് വെച്ച് തയ്ക്കുന്നതാണ് ഒന്നും കൂടെ ഭംഗി. അതുപോലെ തന്നെ ഈ ഫ്രോക്കിൻ്റെ ബാക്കിൽ ഓപ്പണിംഗ് കൊടുക്കണം എന്നുള്ളവർക്ക് ബാക്ക് ഓപ്പണിംഗ് കൊടുത്തിട്ട് സിബ് വെക്കുകയോ ഹുക്ക് വെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ സിബ് വെക്കുന്ന മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഉടുപ്പിന് ബാക്ക് ഓപ്പണിംഗ് കൊടുക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ വേണം എന്നുള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ഷോൾഡർ രണ്ടും കണ്ടോ കൂട്ടി തയ്ച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കഴുത്തിലും കയ്യിലും ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് കഴുത്തിലും കയ്യിലും പൈപ്പിംഗ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. പൈപ്പിംഗ് ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, പൈപ്പിംഗ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതും പൈപ്പിംഗ് വെക്കുന്നതുമായ 2-3 വീഡിയോസ്, അതിൻ്റെ മാത്രം വീഡിയോസും ഒക്കെ പ്ലേലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, വീഡിയോ ഒത്തിരി ലാഗ് ചെയ്യും. ഞാനിവിടെ ആ തുണി കൊണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കി, വളരെ വിശദമായ വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ട് പൈപ്പിങ്ങിൻ്റെ മാത്രമായിട്ടുള്ളത്. ഇതിങ്ങനെ വെച്ച് ഇവിടെ വെച്ച് നല്ല സൈഡിൽ കൂടി ഒന്ന് തയ്ക്കുന്നു, എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇങ്ങനെയും കൂടി ഒരു തയ്യലും കൂടി കൊടുക്കുന്നു. അങ്ങനെയാണ് പൈപ്പിംഗ് തയ്ച്ച് പിടിപ്പിക്കുന്നത്. അതുപോലെ ഈ കഴുത്തിലും 2 കൈയിലും ഞാനിതുപോലെ പൈപ്പിംഗ് വെച്ച് തയ്ച്ചെടുക്കുന്നു. ഇവിടെ കഴുത്തും കൈയും പൈപ്പിംഗ് വെച്ച് തയ്ച്ചിട്ടുണ്ട് കണ്ടോ, 2 കൈയും കഴുത്തും പൈപ്പിംഗ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് പീസ് ഇപ്പോൾ 2 സൈഡും കൂട്ടി തയ്ച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിലാണ് ഞാനിവിടെ ഇതിന് ഫ്രില്ല് വെക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രം ഇങ്ങനെ എടുത്ത് കൃത്യമായിട്ട് മടക്കുക, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് പീസ് കൃത്യം 2ആയിട്ട് നമ്മൾ മടക്കി വെച്ചിട്ട് ഈ ടോപ്പിൽ നിന്നും, അതായത് ഈ കഴുത്തിൻ്റെ ഈ പോർഷനിൽ നിന്നും ഈ ഭാഗത്ത് നിന്നും ടേപ്പ് വെച്ച് ഒരു 2.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ 2.5 ഇഞ്ച് താഴ്ത്തി ഇവിടെ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ 2.5 ഇഞ്ചിൽ നിന്നും നമ്മൾ താഴെ നിന്ന് 2.5 ഇഞ്ച് എടുത്തു. ഈ 2.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ച് നീക്കി ദേ കണ്ടോ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിവിടെ ഒരു വര നീളത്തിലിങ്ങനെ വരയ്ക്കുക. ഇനി ഇവിടെ താഴത്തെ ഭാഗം ഇവിടെ 6.5 ഇഞ്ച് മാറ്റി കണ്ടോ ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഈ 6.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിങ് കൊടുത്തു. 6.5 ഇഞ്ചിലും ഒരു മാർക്കിങ് കൊടുത്തു. ഇവിടെ ഈ മാർക്ക് ചെയ്ത 1 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 1 ഇഞ്ചിൽ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ താഴേക്ക് മാർക്ക് ചെയ്ത ഈ 6.5 ഇഞ്ചിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ടൊരു ലൈൻ വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ചോ ടേപ്പ് വെച്ചോ ഇതേപോലെ കൃത്യമായിട്ട് വരച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ലൈനിൽ കൂടി ഈ ലൈനിൽ കൂടി താഴെ നിന്നും കട്ട് ചെയ്യുക. താഴെ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പോയിൻ്റ് വരെ മാത്രം കട്ട് ചെയ്യുക. ഇത് ഇവിടം ജോയിൻ ചെയ്ത് തന്നെ ഇരിക്കണം. ഈ 1 നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത ഈ മാർക്കിംഗ് വരെ മാത്രം കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. 2 തുണിയും ചേർത്ത് വെച്ച് തന്നെ കട്ട് ചെയ്യണം കേട്ടോ, കാര്യം ഡിസ്റ്റൻസ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ 2ഉം ചേർത്ത് വെച്ച് കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് വരെ മാത്രം കണ്ടോ, ഇവിടെ വരെ മാത്രം നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇവിടെ വരെ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യരുത്. നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയല്ലോ, ഈ കട്ട് ചെയ്ത ഇതിൻ്റെ നീളം, ഈ കട്ടിങ്ങിൻ്റെ നീളമാണ് നമ്മളൊന്ന് മെഷർ ചെയ്യേണ്ടത്. കാര്യം ഇവിടെ 2 ഭാഗത്തുമായിട്ട് നമുക്ക് ഫ്ലോൺസ് പിടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അത് മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീളം അളന്നെടുക്കുന്നത്. ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ തൊട്ട് എനിക്ക് ഏകദേശം 20 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ബാക്കി ഇവിടെ നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് അലവൻസാണ്. അപ്പം 20 ഇഞ്ച് നീളത്തിലാണ് എനിക്കിത് വേണ്ടത്. ഇവിടുത്തെ മെഷർമെൻറ്റ് 20 ഇഞ്ചാണ്. അടുത്തായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കുക. അപ്പോൾ ടോട്ടൽ നിങ്ങളൊരു 1.5 മീറ്റർ ക്ലോത്ത് വാങ്ങിക്കണം കേട്ടോ, ഫ്രോക്കിനും ഇതുപോലെ ഈ ഫ്രില്ല് വെട്ടുന്നതിനും കൂടിയിട്ട്. ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കുക. നമ്മൾ നേരത്തെ 20 ഇഞ്ച് അളന്നെടുത്തിരുന്നു ആ കട്ട് ചെയ്ത പോർഷൻ. ആ 20 ഇഞ്ചിൻ്റെ അവിടെ ഫ്രില്ല് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നീളം ഞാൻ മെഷർ ചെയ്ത് കാണിക്കാം. 20 ഇഞ്ചാണ്. 20 ഇഞ്ച് നീളത്തിലും 16 ഇഞ്ച് വീതിയിലുമുള്ള ക്ലോത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഉണ്ടോ, 16 ഇഞ്ച് വീതിയിലുമുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രില്ലിന് വീതി കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഈ 16 എന്നുള്ളത് 18 20 ഒക്കെ എടുക്കാം. ക്ലോത്തിനെ കൃത്യം 4ആയിട്ട് മടക്കുന്നു. ഞാൻ ഇതേ മോഡലിലാണ് നമ്മുടെ ഫ്ലവർ കട്ട് ഫ്രോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ കൃത്യം 4ആയിട്ട് നമ്മൾ ഇതിനെ മടക്കുന്നു. അപ്പോൾ ഇത് മുറിയാത്ത പോർഷനാണ്. ഇനി നമ്മൾ ആ 20 ഇഞ്ച് അളന്നെടുത്തില്ലേ, ആ 20 ഇഞ്ചിൻ്റെ 6/1 എടുക്കേണ്ടത്. 6/1 വെച്ചാണ് ഇവിടെ മെഷർ ചെയ്ത് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പം 6/1 എടുത്ത് ഈ ഭാഗത്ത് കട്ട് ചെയ്യണം. 20 ഇഞ്ചിൻ്റെ /6 ആ മെഷർമെൻറ്റാണ് നമ്മൾ ഇവിടെ വെച്ച് എടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം 3.25 ഇഞ്ച് വരും. നമുക്ക് 3 ഇഞ്ച് വെച്ച് എടുത്താൽ മതി. കാര്യം 3.25 ഇഞ്ച് എടുത്താൽ അധികമാകും. 1/4 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു 1/4 ഇഞ്ച് കുറച്ച് തന്നെ എടുത്താൽ മതി. അപ്പം 3 ഇഞ്ച് കൃത്യമായിട്ട് ദേ ഇവിടെ ഇങ്ങനെ വട്ടത്തിലായിട്ട് മെഷർ ചെയ്ത് പോവുക. ഈ ടേപ്പ് കൃത്യമായിട്ട് ഈ ടിപ്പിൽ തന്നെ വെക്കണം, മാറിപ്പോകരുത്. മാറിപ്പോയാൽ മെഷർമെൻറ്റ് മാറിപ്പോകും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല.
ഇതേ സെയിം പ്രോസസ്സിലാണ് നമ്മൾ ഫ്ലവർ കട്ട് ഫ്രോക്കിന് സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. ഫ്ലവർ കട്ട് ഫ്രോക്കിൻ്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ആ ടൈപ്പ് പല ഏജിലുള്ള കുട്ടികളുടെ. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ യോജിപ്പിക്കുക, ജോയിൻ ചെയ്യുക. ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ മെഷർമെൻ്റ് അല്ല, നിങ്ങളെടുക്കുന്ന ഫ്രോക്കിന് നീളം കൂടുതലാണ്, കുറച്ചുകൂടി 22 അല്ലെങ്കിൽ 24 വരുവാണെങ്കിൽ ഏത് മെഷർമെൻ്റ് ആണോ എടുക്കുന്നത് ആ മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 6, അതിൽ നിന്നൊരു 4 ഇഞ്ച് കൂടി കുറയ്ക്കുക ആ വരുന്ന ആൻസറിൽ നിന്നും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നിവർത്തിയിടുക. നമ്മൾ ഇവിടെയായിട്ട് ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഒരു സൈഡിൽ. അടുത്ത സൈഡിൽ 5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. ഇത് കൃത്യം 5 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഫ്ലോൺസിന് വീതി അധികം വേണം എന്നുള്ളവരാണെങ്കിൽ, അല്ലെങ്കിലും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു വീതി കൂടി എടുക്കുക. 16 ഇഞ്ചെന്ന് ഞാൻ പറഞ്ഞത് ഒരു 18 20 ഒക്കെ എടുത്താലും കുഴപ്പമില്ല. ഇവിടെ 5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. ഇനിയും ഈ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും ഈ 5 ഇഞ്ചിലേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് വരയ്ക്കുക. ഇവിടെ നിന്നും കുറഞ്ഞ് ഇങ്ങനെ കൂടി വേണം വരാനായിട്ട്. കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് റൗണ്ടായിട്ട് വരച്ചെടുക്കുക. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതിനാണ്. അതുപോലെ നമ്മൾ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിടം കൃത്യം ഒരു ഇങ്ങനെ വരാതെ ഒന്ന് കർവാക്കി ഒന്ന് ചരിച്ച് നമുക്ക് തയ്ക്കും. ഞാനിവിടെ പൈപ്പിംഗ് വെക്കുന്നുണ്ട് ഇതിൻ്റെ തുമ്പത്തായിട്ട്. അപ്പോൾ പൈപ്പിംഗ് വെക്കുമ്പോൾ നല്ല കർവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് ചരിച്ച് ഇങ്ങനെയും കൂടി ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഇതുവഴി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഈ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് ഈ പോർഷൻ ഈ കുറച്ച് വെട്ടിയ 2.5 ഇഞ്ച് വെട്ടിയ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു, നീളത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പം ഇതുപോലെ കിട്ടും നമുക്ക്. ഇത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഈ സൈഡിൽ ഇവിടം തൊട്ട് ഇവിടം സ്റ്റാർട്ട് ചെയ്ത് ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇവിടം വരെയും പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നു. ഞാൻ ആ ഫ്രോക്കിൻ്റെ കഴുത്തിലും കയ്യിലും വെച്ച് അതേ റെഡ് ക്ലോത്ത് കൊണ്ട് തന്നെ പൈപ്പിംഗ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയായിട്ട് ഞാൻ ഈ പൈപ്പിംഗ് ഞാൻ ക്രോസ് പീസായിട്ട് വെട്ടിയെടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഈ തുണിയുടെ എഡ്ജിൽ വെച്ച് ആദ്യം ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുന്നു. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. കണ്ടോ, മറ സൈഡ് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതുവഴി സ്റ്റിച്ച് കൊടുക്കുക. ഇതിൻ്റെ എഡ്ജിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പോവുക. നമ്മുടെ 2 ഫ്രിൽസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ആദ്യം ഈ പീസിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക, താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പീസ് എടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെക്കുക. എന്നിട്ട് ഒന്നുകൂടി ഈ പീസും കൂടി ചേർത്ത് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ആദ്യത്തെ ഫ്രില്ല് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഈ ഫ്രില്ലായിട്ട് ഇതേപോലെ ഈ നടുക്കത്തെ പീസിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് വെച്ചിങ്ങനെ ഇതാദ്യം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ പീസ് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇവിടെ ഞാൻ ഉടുപ്പിൻ്റെ 2 സൈഡും തയ്ച്ചിട്ടുണ്ട്. അതുപോലെ അടിഭാഗവും മടക്കി തയ്ച്ചു. മുകളിലായിട്ട് ഒരു ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഭംഗിയുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണിത്. ഇനി തൊട്ട് മുമ്പായിട്ട് ഞാൻ ഈ ബട്ടർഫ്ലൈ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുപോലെയോ അല്ലെങ്കിൽ ഒരു 4-5 തരം ബട്ടർഫ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കി വെക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ അല്പം മുതിർന്ന കുട്ടികളാണെങ്കിൽ ജീൻസിൻ്റെയും ലെഗിൻസിൻ്റെയും ഒക്കെ തന്നെ ഒപ്പം ടോപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരം ഒരു ഫ്രോക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.